യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സുനിത സജീഷ്. ഞാൻ ചെമ്മണ്ണൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകന് 20 വയസ്സുണ്ട്. അവൻ്റെ കണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് കുരു വരുമായിരുന്നു. ഡോക്ടറെ കാണിക്കും, മരുന്നൊഴിക്കും, പിന്നെ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് മാറിയാൽ പിന്നെ വീണ്ടും വരും. അങ്ങനെ ഒരു കണ്ണിൻ്റെ പോളയിൽ വന്ന് അത് മാറി കഴിഞ്ഞാൽ മരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കണ്ണിൽ വരും. അങ്ങനെ മാറി മാറി ഇടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ ഞാൻ അത്ഭുതങ്ങളുടെ ജപമാല ഞാൻ കാണാറുണ്ടായിരുന്നു. അതിൽ അച്ഛൻ പറയാറുണ്ട്, കണ്ണിൽ കുരു, അങ്ങനെ ചൊറിച്ചിൽ, വെള്ളം അങ്ങനെയൊക്കെ വരുന്നവർ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ. അപ്പം ഞാനിത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതോടുകൂടി എൻ്റെ മൂക്കുത്തി, ഞാൻ 35 വർഷമായിട്ട് മൂക്കുത്തിയും സക്കസ്റ്റേഡും കുത്തിയതാണ്. എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിട്ട് ഞാൻ കുത്തിയ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അച്ഛൻ ഇങ്ങനെ പറയണ അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ ഇതുകൊണ്ടായിരിക്കും വെച്ചിട്ട് ഞാനത് രണ്ടും ഊരി. എൻ്റെ മോൻ്റെ കണ്ണിൽ ഇന്ന് വരെ കുരു വന്നിട്ടില്ല. നല്ലൊരു കൈയടി കൊടുത്ത് ഇപ്പോൾ എത്ര നാളായി? ഇപ്പോൾ 3 മാസത്തിൽ മേലെ ഇതുവരെ കുരു ഒന്നും വന്നിട്ടില്ല. അതാണ് രാവിലെ പറഞ്ഞില്ലേ, ഇത് കർത്താവ് വ്യക്തമായ സന്ദേശം തന്ന ഈ മൂക്കുത്തി സക്കസുണ്ട് മിഞ്ചിയൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ വന്ന് ഇന്ന് കാണാം. കൂടുന്നുണ്ട്, കുറേ അത്ഭുതമാല കൂടുന്നുണ്ട്, കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, പല ധ്യാന കേന്ദ്രത്തിൽ പോകുന്നുണ്ട്, കുറേ കുംസാരിക്കുന്നുണ്ട്, കുറേ വചനം വായിക്കുന്നുണ്ട്, കുറേ ബന്ധന പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഈ മൂക്കുത്തി സക്കസുണ്ട് മിഞ്ചിയൊക്കെ ധരിച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും. ഒരു കാര്യമായിട്ട് നടക്കുന്നില്ല. മനസ്സിലായോ? അവസാനം ഇങ്ങനെ ഒരു പ്രേരണ തോന്നി. 35 വർഷമായ മൂക്കുത്തിയും സക്കസയുടെ കൂരി മാറ്റി പ്രാർത്ഥിച്ചോടുകൂടി മോൻ്റെ ആ രോഗം മാറി. കണ്ടോ? അതാണ് ഇതിൽ പറയുന്നത്. അങ്ങനെയുള്ള വസ്തുക്കൾ തടസ്സം കൊണ്ടുവരും, അത് ഉറപ്പാണ്. നിങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യപത്രത്തിൽ അച്ഛൻ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ അവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഡിപ്ലോമയ്ക്കാണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ 2 സപ്ലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ അതെനിക്കൊരു വിഷമമായിരുന്നു. കാരണം സപ്ലി കിട്ടിയാൽ വീണ്ടും നമ്മൾ എഴുതണം, അങ്ങനെ ബുദ്ധിമുട്ടല്ലേ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ 3rd സെമ്മ് പരീക്ഷ എഴുതിയതിൽ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് വലിയ മാർക്കൊന്നും ഇല്ലെങ്കിലും എല്ലാ വിഷയത്തിലും ഒന്ന് ജയിച്ച് തന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈശോ ആ ഒരു അനുഗ്രഹം എനിക്ക് സാധിച്ചു തന്നു. അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും അന്തോണി സുനാളിനും വലിയ നന്ദി പറയുന്നു, കോടാനുകോടി നന്ദി പറയുന്നു.